ഒരു അത്യാഹിതത്തെ തുടർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉണ്ടായ സംഭവങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ വേണ്ടി അടിയന്തരമായി കോഴിക്കോട് വയനാട് ജില്ലാ കളക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറും KSTMയുടെ മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വളരെ അടിയന്തരമായിട്ട് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗം 26-ാം തീയതി മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളെക്കുറിച്ച് ഇടക്കാലത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള യോഗങ്ങൾ നടത്തിയിരുന്നെങ്കിലും 26 മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അവലോകന യോഗം നടത്തുകയും തുടർന്നുള്ള നടപടികളെ സംബന്ധിച്ച് ഒരു പൊതുധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 26-ാം തീയതി വൈകുന്നേരം 6:45 കൂടി ചേർന്നാണ് 9-ാം വളവിൽ ഒരു പാറയിലൊരു പൊട്ടലുണ്ടായ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായത്. അസാഡ് അനലിസ്റ്റും ജിയോളജിസ്റ്റും മൈനിങ് ആൻഡ് ജിയോളജി സംഘവും അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റുമെല്ലാം ആ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള വിദഗ്ധ സംഘം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാതായത് 80 അടി ഉയരത്തിലാണ് ഈ പൊട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് മോഡറേറ്റ് ചെയ്ത ആളുകൾ വിടുന്നതിന് പുറമെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ട്രാഫിക് പൂർണ്ണമായ രീതിയിൽ സജ്ജമായതാണ്. പക്ഷെ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും അവിടെ ചെറിയ ചില പ്രശ്നങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു വെള്ളച്ചാൽ രൂപീകരിക്കപ്പെട്ടതായി കണ്ടു. അതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണം തുരന്തത്തിലെ ഈ വഴിയിലെ ചുരത്തിലെ യാത്രയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവിടെ നല്ല ശബ്ദത്തോടു കൂടിയിട്ടുള്ള ഒരു പൊട്ടൽ വീണ്ടും ഉണ്ടായതായിട്ടാണ് ബന്ധപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ട്രാഫിക് ബ്ലോക്ക് ചെയ്തത്. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ കോളായിട്ടാണ് ഈ പാറ പൊട്ടിയിട്ടുള്ളത്. അതായത് 80 ഫീറ്റ് മുകളിൽ നിന്ന് പാറ പൊട്ടിയിട്ടുള്ളത് ബ്ലോക്കായി ചെതറിയിരിക്കുകയാണ്. അതിലെ ഒരു ബ്ലോക്ക് താഴത്തേക്ക് പോയതിനെ തുടർന്നാണ് അവിടെ വെള്ളച്ചാൽ രൂപപ്പെട്ടത് എന്നാണ് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു നിഗമനം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂറിൻ്റെ ഡ്രൈ സ്പെൽ ഉണ്ടായാൽ മാത്രമേ ഈ പൊട്ടൽ താഴത്തോട്ട് പോയിട്ടുണ്ടോ എന്നും ഏതാണ്ട് സോയിൽ പൈപ്പിംഗ് പോലെ താഴത്ത് നിന്ന് വെള്ളത്തെയോ മണ്ണിനെയോ റോഡ് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ തള്ളിപ്പോയിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും. അത് പൂർണ്ണമായിട്ട് പരിശോധിക്കാതെ റിസ്ക് എടുത്തിട്ട് വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ വിടൽ കുറച്ച് ഗൗരവപ്പെട്ടതാണ്. നമ്മളിപ്പോൾ വളരെ അടിയന്തരമായി 6:30 മണിക്ക് വയനാട് ജില്ലയുടെ DDMA കൂടിയിരുന്നു. ഇപ്പോൾ ഈ നേരത്ത് കോഴിക്കോട് ജില്ലയിലെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ യോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇപ്പോൾ 2 ജില്ലകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ 80 സെന്റിമീറ്ററിന് മുകളിലായി പാറ പൊട്ടിയിട്ടുണ്ട്. അതിലൂടെ പല ബ്ലോക്കുകളായി വരികയും അതിലൂടെ മണ്ണൊലിപ്പും ഉണ്ടാവുകയും ചെയ്തു എന്നാണ് മന്ത്രി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും മന്ത്രി